ഒരു ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡാസ്റ്റാ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത്തിരി തിരക്കിലാണ്, ഞാൻ നിനക്ക് എൻ്റെ നമ്പർ തരാം. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ എന്നെ വിളിച്ചു. എന്നിട്ട് അവനെ തന്നെ പരിചയപ്പെടുത്തി. അവിടെ പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനെ കാണാമെന്നോട്ടെ. ഞാൻ പറഞ്ഞ് വന്നോളാൻ പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. സംസാരത്തിൻ്റെ ഒരു ശൈലിയും അവൻ്റെ സംസാരത്തിൻ്റെ ഒരു രീതിയും എന്ന് വെച്ചാൽ, ഞാൻ അച്ഛൻ ഉപേക്ഷിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ്റെ ഇന്നലത്തെ പ്രസംഗം ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടത്. അതുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എങ്കിൽ അച്ഛനോട് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ, അച്ഛൻ പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം, തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 500 ദിവസം തുടർച്ചയായി പല ഭക്തകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഉപവാസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ 500 ദിവസം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും ദൈവം ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിയോഗം എന്താണെന്ന് ചോദിച്ചു. മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവരുടെ വിവാഹം നടത്തുക, രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്, മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിവാഹം നടക്കുക എന്നൊരു പ്രത്യേക നിയോഗം വെച്ച് രണ്ടുപേരും 500 ദിവസത്തോളം, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, 1.5 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനായജ്ഞം. ആ പ്രാർത്ഥനായജ്ഞം കഴിഞ്ഞു. പക്ഷേ അവരുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായാലും മാതാപിതാക്കൾ സമ്മതിച്ചില്ല. അപ്പോൾ അവർ വേർപിരിയേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എന്താണ് സമ്മതിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിച്ചവരുടെ ഞങ്ങൾ ചെറിയൊരു ബന്ധമുണ്ട്. അപ്പം ചോദിച്ചാൽ എന്തേ ബന്ധം? വേറെ ഒന്നുമില്ല, എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളാണ്. പിന്നെയുള്ളവരെ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയൊരു പ്രാർത്ഥനാ യജ്ഞവുമായിട്ട് മുന്നോട്ട് പോയ 2 പേര്. എന്നിട്ട് അവർക്ക് ദൈവത്തോട് പരാതി എന്താണ്? ദൈവം അവരുടെ പ്രാർത്ഥനയായിട്ട്. പ്രിയമുള്ളവരെ, 1-2 ദിവസമല്ല കേട്ടോ, 1.5 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ ദൈവം അവരോട് കരുണ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ശരിയില്ലേന്ന് തോന്നിപ്പോയല്ലേ. ചെറിയൊരു ശരിയില്ലേന്നൊരു തോന്നലുള്ളവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ല, ചെറിയൊരു ശരിയില്ല, അതിനകത്ത് മൊത്തം തെറ്റാം. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു പ്രാർത്ഥന, ഞാനൊരു പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കും. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമ്പോൾ 2 കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. ഒന്ന്, ആ പ്രാർത്ഥന സ്വീകരിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ ആർക്കെങ്കിലും, എൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന ആർക്കെങ്കിലും വേദന ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ദൈവം അത് ഗൗനിക്കത്തേയില്ല.